ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. നമ്മളിനി വമിൻ ആയാതിഹി എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ആയത്തുകൾ എണ്ണുന്ന മറ്റൊരു വചനം 23-ാമത്തെ വചനം, അതാണ് ഇന്ന് വിശദീകരിക്കുന്നത്. നമ്മൾ വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതി ലിൽ ആലിമീൻ അല്ലേ, ലിൽ ആലിമീൻ, അതാണ് വിശദീകരിച്ചത്. ഇനി വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാരി വബ്തിഗാഉകും മിൻ ഫദ്ലിഹി ഇന്ന ഫീ ദാലിക ലആയാതി ലിഖൗമി യസ്മഊൻ. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അലാമത്താണ് അർത്ഥം. പിന്നെ ഇവിടെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ രണ്ടുണ്ട്. മത്ലൂബത്തായ ആയത്ത്, ഓതുന്ന ആയത്ത് എന്നാണ് ഖുർആനിലുള്ള ആയത്തുകൾ. പിന്നെ മുഷാഹദത്തായ മർഇയത്തായ ആയത്തുകൾ, കാണുന്ന ദർശിക്കുന്ന ആയത്തുകൾ, അതാണെന്ത്, പിന്നെ ഈ പറയപ്പെട്ട ആകാശങ്ങൾ, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ പിന്നെ ദൃശ്യമായിട്ടുള്ള ആയത്തുകളാണ്. ഏതായാലും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് മനാമുക്കും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉകും മിൻ ഫദ്ലിഹി. ഇതിൽ ആദ്യം മനാം. എന്താണ് മനാം? മനാമുക്കും എന്നാണ്, നിങ്ങളുടെ മനാം എന്ന് പറഞ്ഞാൽ മനാം എന്താ? നൗം. നൗം എന്ന് പറഞ്ഞാൽ ഉറക്കം. നൗമുക്കും, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ ഉറക്കം. എപ്പോൾ? ബില്ലൈലി. ബില്ലൈൽ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ ഫി എന്ന അർത്ഥത്തിൽ, ഫില്ലൈൽ, രാത്രിയിൽ. വന്നഹാർ, പകലിലും. പകലിലും, രാത്രിയിലും പകലിലും നിങ്ങളുടെ മന, ഉറക്കം, മിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. വബ്തിഗാഉകും, ഇബ്തിഗാ, ഇബ്തിഗാ എന്ന് പറഞ്ഞാൽ തലബ്, അന്വേഷണം. തലബ്, അന്വേഷണം. വബ്തിഗാഉകും എന്ന് പറഞ്ഞാൽ തലബുക്കും, നിങ്ങളുടെ അന്വേഷണം. മിൻ ഫദ്ലിഹി, മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന്. പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഇവിടെ ഫദ്ലുല്ല എന്ന് പറഞ്ഞ ഉദ്ദേശം റിസ്ഖുല്ല, അള്ളാഹുവിൻ്റെ റിസ്ക്, അന്നം, ഉപജീവനം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത്, തേടുന്നതും, രാവിലും പകലിലും നിങ്ങളുടെ ഉറക്കവും മിൻ ആയാതിഹി, അള്ളാഹിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് എന്ന്. ഓക്കെ, നമ്മളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നൗ? അള്ളാഹിൻ്റെ ആയത്ത് എന്നാണ് പറയുന്നത് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളുടെ സൃഷ്ടിപ്പ്, ഭൂമിയുടെ സൃഷ്ടിപ്പ്, പിന്നെ വർണ്ണങ്ങൾ, സ്വരങ്ങൾ, ശബ്ദങ്ങൾ, അതേപോലെ തന്നെ വർണ്ണങ്ങൾ, ഇതൊക്കെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഗണത്തിൽ അള്ളാഹ് എണ്ണിയതാണിത് നൗ. എന്താ നൗ? ഉറക്കം എന്ന് പറഞ്ഞാൽ ശയനം, ഉറക്കം. എന്താ അതിനൊരു നിർവചനം ഉണ്ടോ? വേണമെങ്കിൽ ഉറങ്ങി കാണിച്ചു തരാമെന്ന് അറിയണ്ടല്ലോ. ആ വിട്ട് മയങ്ങി ഉറങ്ങി കാണും. ഉറക്കം ദൃഷ്ടാന്താകുമ്പോൾ അത് എന്താന്ന് അറിയണ്ടേ? എന്നാ നമ്മളെ രണ്ട് ഡോക്ടർമാരും ഇല്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യമുണ്ട്. മറ്റു ഡോക്ടർമാരുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എന്നതുകൊണ്ട് ഞാൻ ചിലപ്പം വൈദ്യശാസ്ത്രമൊക്കെ പറയും. പിന്നെ നോ, ഇനിയിപ്പം ഇതിനൊരു നിർവചനമല്ല. ശാസ്ത്രലോകം എത്ര പിന്നെ പഠനം നടത്തിയിട്ട് അവയവങ്ങളുടെ ധർമ്മങ്ങൾ, അതേപോലെ തന്നെ ഈ മനുഷ്യനെ പിന്നെ കീറി മുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊക്കെ നടത്തിയിട്ടും ഉറക്കിന് അതൊരു പ്രതിഭാസമാണ്. അങ്ങനെയാണ്, ഒരു പ്രതിഭാസമാണ്, മനുഷ്യൻ്റെ ഒരു അനിവാര്യ പ്രവണതയാണ്
എന്നൊക്കെ പറയാ എന്നുള്ളതല്ലാതെ എന്ത് ചെയ്തില്ല, ഉറക്കിനെ നിർവചിച്ചിട്ടില്ല കൃത്യമായിട്ട്. ചിലർ പറഞ്ഞിട്ടുണ്ട് കണ്ണുകൾ അടഞ്ഞ് അവയവങ്ങൾ നിശ്ചലമായി ബോധമനസ്സ് പ്രവർത്തനരഹിതമായി ഉള്ള അവസ്ഥ. എന്തൊക്കെ? കണ്ണുകൾ ഒന്ന് കണ്ണുകൾ അടഞ്ഞ്, പിന്നെ അവയവങ്ങൾ നിശ്ചലമായി, ബോധമനസ്സ് പ്രവർത്തനരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ. അതാണ് എന്ത്? ഉറക്കം എന്നാണ്. അതിൽ ഒന്ന് ശരിയാണ്, ബോധമനസ്സ് പ്രവർത്തനരഹിതമാകുക എന്നുള്ളത് ശരിയാണ്. അതേസമയം ചിലർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ കറങ്ങും അല്ലേ? ഉറങ്ങി ഉറക്കിൽ നടക്കണമല്ലേ? എഴുന്നേറ്റ് പോണവരൊക്കെ ഉണ്ട്. പിന്നെ കണ്ണ് ചിമ്മാതെ ഉറങ്ങണവരുണ്ട്. ചിലരിങ്ങനെ തുറച്ചിരിക്കും, പക്ഷേ ഉറങ്ങുന്ന ആള് അങ്ങനെ ഉണ്ടാവും. പക്ഷേ അത് ചില ഒറ്റപ്പെട്ട വിഷയങ്ങളാണ്. പൊതുവെ എന്താണ് അങ്ങനെ പറയാം, കണ്ണ് ചിമ്മുന്ന അവസ്ഥയാണ്, അവയവങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയാണ്. പക്ഷെ ഈ ബോധമനസ്സ് അല്ലേ, ബോധമനസ്സ് പറ്റേ പ്രവർത്തനരഹിതമാകും ഉറക്കിൽ അല്ലേ. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ഉറങ്ങുന്ന അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. വരണ്, പോണ്, കൊടുക്കണ്, വാങ്ങണ്, പിന്നെ കളിക്കണ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഉണർന്നിട്ടുണ്ടെങ്കിൽ എന്താണ്ടാകുക? ഉണർന്നാൽ ഞാൻ ഉറങ്ങിയതിനോ എന്ന് തോന്നും. കൊടുത്തതുമില്ല, വാങ്ങിയതുമില്ല, കിട്ടിയതുമില്ല, ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു അറബി കവിത ഉണ്ട്, നസീബുക ഫി ഹയാതിക മിൻ ഹബീബിൻ നസീബുക ഫി മനാമിക മിൻ ഖയാലി എന്നാണ്. നസീബുക ഫി ഹയാതിക് മിൻ ഹബീബിൻ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇഷ്ടക്കാരായ ആളുകളുടെ വിഹിതം. നിന്റെ ജീവിതത്തിൽ നിനക്ക് കുറേ കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ നിനക്ക് കുറേ ബന്ധുക്കളുണ്ട്. ഇവരിൽ നിന്ന് നിന്റെ വിഹിതം എത്രയാണ്? നിന്റെ വിഹിതം നസീബുക ഫി മനാമിക മിൻ ഖയാലി എന്നാണ്. നിന്റെ ഉറക്കിൽ നിനക്കുണ്ടാകുന്ന അനുഭവങ്ങളുണ്ടല്ലോ, തോന്നലുകൾ, അനുഭവങ്ങൾ, ആ ഓഹരി എത്രയാണ് അത്രേ ഉള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ എന്തുണ്ട്, നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഉറക്കം ഉണർന്നുണ്ടെങ്കിലൊന്നും അതൊന്നുമില്ല അല്ലേ. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കുറേ അവസ്ഥകൾ നമുക്ക് ഉണ്ടാകണില്ലേ. നമ്മൾ പല കാര്യങ്ങളും ചെയ്യണതായിട്ട് പലരും വരുന്നതായിട്ട് പോകണ, ചിലത് പേടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഉണർന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു മായയായിരുന്നു എന്ന് പോലെയാണ്. ചില കൂട്ടുകാർ നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നവരും ജീവിതത്തിൽ അതാണ് നസീബുക ഫി ഹയാതിക മിൻ ഹബീബിൻ. കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കോളം ഉണ്ടാകും. മരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാകും. ഭയങ്കര നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ്. അത് മാതാവാണ്, പിതാവാണ്, ഭാര്യയാണ്, മക്കളാണ്, അടുത്ത സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്, ഭയങ്കര പിന്നെ ഇണമുറിയാത്ത ബന്ധങ്ങളാണ്. പക്ഷെ മരിച്ചു പോകുമ്പോൾ ആരെങ്കിലും കബർക്ക് വരുന്നുണ്ടാ? കബറിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിന്നെ എത്ര ഓർമ്മയിലുണ്ടാവും? തോളിന്ന് കൈയെടുക്കാതെ നടന്ന ആളുകളായിരിക്കും. പക്ഷെ കബർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ മരിച്ചു മറമാടി കുറച്ചു നേരം അവിടെ നിൽക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നല്ലാതെ പോവും. അതാണ് പാപ്പയായാലും ഉമ്മയായാലും ആരും കബറൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ഒറ്റക്കല്ലേ പോണ്ടത്. പിന്നെ കാലം കഴിയുന്നതിനനുസരിച്ച് എത്ര അടുത്തവരാണെങ്കിലും ഖലാസ് മറക്കും, അകലും. അപ്പോൾ ജീവിതത്തിൽ ഒരു ഇഷ്ടക്കാരൻ്റെ വിഹിതം എന്ന് പറഞ്ഞെങ്കിൽ ഉറക്കിലുണ്ടാകുന്ന ഭാവനകൾ, അതല്ലേ, തോന്നലുകൾ, അനുഭവങ്ങൾ, ആ വിഹിതമാണ്. ഉണർന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലല്ലോ. കുറേ വാങ്ങി ശേഖരിച്ചു കൂട്ടി അല്ലേ. ഉണർന്നിട്ടുണ്ടെങ്കിലും ഒന്നുമില്ല. അതേപോലെ എന്നാണ്. ഏതായാലും ഈ ബോധമനസ്സ്, അത് ഞാൻ പറയുന്നത്, ബോധമനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പറ്റേ പിന്നെ പ്രവർത്തനരഹിതമാകുന്നുണ്ട് ഉറക്കിൻ്റെ അവസ്ഥയിൽ. പക്ഷെ അതൊന്നും എന്തല്ല, ഉറക്കിൻ്റെ ഒരു നിർവചനമല്ല. ഉറക്കിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഉറക്കിൻ്റെ ആ സവിശേഷതകൾ പറയാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കിനെ അള്ളാഹു എന്താക്കി? സുബാത്താക്കി. സുബാത്ത് വിശ്രമം. യൗമുസ്സബ്ത്, സബത്ത് വിശ്രമ നാളല്ലേ, സാബത്തിൻ്റെ നാൾ എന്ന് പറഞ്ഞാൽ വിശ്രമദിനം. യൗമുസ്സബ്ത്, സുബാത്ത് വിശ്രമമാക്കി എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ
ഉറക്കം പിന്നെ ഒരു മനുഷ്യൻ എത്ര ശക്തനാണെങ്കിലും ഊക്കനാണെങ്കിലും ഉറക്ക് തോൽപ്പിക്കും അല്ലേ? ഉറക്കവനെ തോൽപ്പിക്കും, പരാജയപ്പെടുത്തും. ഉറക്കിന് മുമ്പിൽ പരാജയപ്പെടാത്ത ഒരു മല്ലനുമില്ല, ഒരു ഊക്കനുമില്ല അല്ലേ? അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അലി ആരോട് ചോദിച്ചു, ഏറ്റവും സ്ട്രോങ് അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ഏറ്റവും സ്ട്രോങ് ആരാണ്? ഏറ്റവും സ്ട്രോങ്. അപ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഭൂമിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആരാ? ജിബാൽ, പർവ്വതങ്ങളാണ് അല്ലേ? പർവ്വതങ്ങളാണ്. എന്നിട്ട് അലിയാർ പറയാണ്, പർവ്വതങ്ങൾ എന്ന് പറയാനില്ല, പർവ്വതങ്ങൾ ഇരുമ്പിന് മുമ്പിൽ തോൽക്കും. ഇരുമ്പിന് മുമ്പിൽ. കാരണം എന്താ? പർവ്വതങ്ങളുണ്ട്, ആ പർവ്വതങ്ങളെ ഇരുമ്പിൻ്റെ കൊണ്ടുള്ള യന്ത്രങ്ങൾ എന്തെയാണ്? കീറി തോണ്ടി പിന്നെ നിരത്തി ഇല്ലാതാക്കല്ലേ? അപ്പോൾ ഈ ഹദീദ്, ഇരുമ്പിന് മുമ്പിൽ ആര് തോൽക്കും? പർവ്വതങ്ങൾ തോൽക്കും. അതുകൊണ്ട് ഇരുമ്പാണ് സ്ട്രോങ്. എന്നിട്ട് അലിയാർ പറയാനില്ല, തീയാണ്. കാരണം തീയിൽ ഇരുമ്പ് ഉരുകും. ഇരുമ്പ് ഖരാണ്, സ്ട്രോങ് ആണ്. പക്ഷേ തീയിൽ ഇരുമ്പ് പിന്നെന്താ, അത് ദ്രവമാകും, പിന്നെ അത് ഉരുകും. അതുകൊണ്ട് തന്നെ തീയിന് മുമ്പിൽ പിന്നെ ഇരുമ്പ് തോൽക്കും. എന്നിട്ട് പിന്നെ പറയാണ്, തീ വെള്ളത്തിന് മുമ്പിൽ തോൽക്കും. വെള്ളം തീനൊക്കെ എടുത്താൻ ആരാ? വെള്ളമല്ലേ? അപ്പോൾ വെള്ളത്തിന് മുമ്പിൽ തീ പരാജയപ്പെടും. അതുകൊണ്ട് വെള്ളമാണ് സ്ട്രോങ്. പിന്നെ അലിയാർ പറയാനില്ല, വെള്ളത്തെ കാർമുകിൽ ഏറ്റി നടക്കുകയാണ് ആകാശത്തിൽ. ആകാശ സീമയിൽ കാർമുകിലുകൾ, സഹാബ്, കാർമേഘങ്ങൾ വെള്ളത്തെ ഏറ്റി നടക്കുകയാണ്. അപ്പോൾ ആരാ സ്ട്രോങ്? വെള്ളമാണ് സ്ട്രോങ്, സഹാബാണ്? സഹാബ്, കാർമേഘാണ് സ്ട്രോങ് എന്ന് പറയുന്നത്. പിന്നെ പറയാനില്ല, കാറ്റ് കാർമുകിലുകളെ കാറ്റ് എന്ത് ചെയ്യും? ഗതി മാറ്റും. കാർമുകിലുകൾ പരാഗണം നടത്താൻ കാറ്റാണ് എന്ത് ചെയ്യണത്? വാർസലിനെ റിയാഹ ലവാഖിഹ്, പരാഗികളായിട്ട് വരുന്നത്. അപ്പോൾ കാർമുകിലുകളെ കാറ്റാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ അവസ്ഥ ഗതി മാറ്റുന്നത്. അതുകൊണ്ട് കാറ്റാണ് സ്ട്രോങ് എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ അലിയാർ പറയാണ്, മനുഷ്യൻ എന്ത് ചെയ്യും? കാറ്റിനെ വീശി എന്ത് ചെയ്യും? കാറ്റിന് എന്ത് ഗതി മാറ്റണില്ലേ? അപ്പോൾ നമുക്ക് പിന്നെ എന്താ ഇങ്ങനെ കാറ്റിന് കാറ്റ് വരുന്നില്ലേ? അപ്പോൾ കാറ്റിനെ മനുഷ്യൻ, ഇൻസാൻ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് കൂട്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനാണ് സ്ട്രോങ്. പിന്നെ അലിയാർ പറയാണ്, മനുഷ്യനെ ആര് പരാജയപ്പെടുത്തും? ഉറക്കം പരാജയപ്പെടുത്തും അല്ലേ? ആൾ ഭയങ്കര സ്ട്രോങ് ആണ്, എല്ലാത്തിനും വളരെ കൃത്യമാണൊക്കെയാണ്. പക്ഷെ ഉറങ്ങിയിട്ടുണ്ട് എങ്കിൽ, അലാറം വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യന് തോൽക്കും, ഉറക്കിന് മുമ്പിൽ തോൽക്കും. അവൻ്റെ പരിപാടികൾ, അവൻ്റെ അപ്പോയിൻമെൻറ്റുകളൊക്കെ താളം തെറ്റും. ഭാര്യയും ഭർത്താവും പിണക്കത്തിലായിരുന്നു എന്നറിയില്ലേ? ഒരു പ്രസംഗത്തിൽ കേട്ടില്ലേ? ഭാര്യയും ഭർത്താവും പിണക്കത്തിലാണ്. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ഭർത്താവിന് നേരത്തെ നീച്ചു പോകണം. അത് ഭാര്യനോട് പറയാൻ വയ്യ, കാരണം ഈഗോ ക്രാഷ്, കീബോർഡ് കൊണ്ട് ഉണ്ടാൻ വയ്യ. അപ്പം എഴുതി വെച്ചിരുന്നാണ് ഭാര്യക്ക്, എന്നെ 8 മണിക്ക് വിളിക്കണം, എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, പോകാം. അപ്പോൾ ഭാര്യ അങ്ങനെ തന്നെയല്ലേ? ഭാര്യ എന്ത് ചെയ്ത് 8 മണിയായപ്പോൾ എഴുതി വെച്ച്, 8 മണി ആയിട്ട് നീച്ചോളി പോയിക്കോളി ശരിയല്ലേ? അയാൾ വന്ന് നോക്കുമ്പോൾ വണ്ടി വിട്ടേക്കണേ. ഏതായാലും നോവും, ഉറക്കത്തിന് മുമ്പിൽ മനുഷ്യൻ തോൽക്കും, ഉറക്കം തോൽക്കും. അപ്പോൾ അലി പറയാണ് റളിയല്ലാഹു അൻഹു, ഉറക്കാണ് ഏറ്റവും സ്ട്രോങ്. പിന്നെ അലിയാർ പറയുന്നത്, ഉറക്കം പമ്പ കിടക്കും. ആരുടെ മുമ്പിൽ? ആരുടെ മുമ്പിൽ? ടെൻഷന് മുമ്പിൽ. ടെൻഷൻ ഉണ്ടെങ്കിൽ ഉറക്കില്ല, ഉണർവില്ല, ഊണില്ല. എന്നിട്ട് അലിയാർ പറയാണ്, അള്ളാൻ്റെ സൈന്യങ്ങളിൽ ഏറ്റവും സ്ട്രോങ് ആരാണ്? സ്ട്രോങ് ടെൻഷനാണ് എന്ന് പറയാം. പക്ഷെ ഇവിടെ ഞാനിവിടെ പറഞ്ഞതെന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ എത്ര കരുത്തനായാലും വില്ലനായാലും ഉറക്ക് അവനെ പരാജയപ്പെടുത്തും, ഉറക്ക് അവനെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഉറക്കിനെ കുറിച്ച് പറയൽ തന്നെ, മൗത്തുൻ മൗത്തുൻ, ഉറക്ക് മൗത്താണ്. മൗത്തുൻ ഖഫീഫ്, ലഘുവായ മരണമാണ് ഉറക്ക്. മരണത്തെക്കുറിച്ച് പറയാലോ, നൗമുൻ സഖീൽ, ഭാരിച്ച ഉറക്കാണ് ആര്? മൗത്ത്, മരണം.
മൗത്തുൻ ഖഫീഫ്, നേരിയ മരണമാണ് ഉറക്കം. മനസ്സിലല്ലേ? ഈ മൗത്തുൽ ഖഫീഫിന് മുമ്പിൽ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലാസ്ലമ തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് യാത്രാക്ലേശം മുസ്ലാസ്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇനി നമുക്ക് വെള്ളം കിട്ടാൻ, യാത്രയിൽ വെള്ളം കിട്ടാൻ ഈ അഷിയും അതിനെ തുടർന്നുള്ള ലയിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച തെറ്റിയത് മുതൽ അന്തി വരെയുള്ള ടൈമാണ്. പിന്നെ അന്തി, എന്നിട്ട് നമുക്ക് വെള്ളം കിട്ടുള്ളൂ, അത്ര ദൂരം ഉണ്ട് എന്ന് പറയണം. ഏതായാലും സഹാബികൾ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ലൗ അറസ്തബിന, റസൂലെ നമുക്കൊന്ന് വിശ്രമിച്ചെങ്കിൽ, കാരണം ഈ രാത്രി യാത്ര അത്ര ക്ഷീണ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി അഖാഫു അൻ തനാമു അൻ സലാത്തിക്കും, നിങ്ങൾ നിസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിസ്കാരം ഏതാ? സലാത്തുൽ ഫജ്ർ. മൈ യൂഖിദൂന ലിസ്സലാ, നിസ്കാരത്തിന് ആര് വിളിക്കും എന്ന് ചോദിച്ചിട്ടാണ് റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നത്, ആളുകളോട് പറയുന്നത്. നിസ്കാരത്തിന് ആര് വിളിക്കും? അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന എന്ന് പറയുന്നത്, ഞാൻ വിളിക്കും, എല്ലാവരും ഉറങ്ങിക്കോളി എന്നറിയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാൽ എല്ലാവരോടും ഉറങ്ങാൻ പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി. ബിലാലിനെ ബിലാൽ ആരാ? ബിലാൽ ഉറങ്ങാതിരിക്കണം. എന്തിന്? പിന്നെ എല്ലാവരും ഫജറിന് വിളിക്കാൻ എല്ലാവരും ഉറങ്ങാൻ കിടന്ന്, ഉറങ്ങിയവരുടെ കൂട്ടത്തിൽ ആദ്യം ഉറങ്ങിയത് ബിലാലായിരിക്കും. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉറങ്ങിപ്പോയി. അല്ലേ? സൂര്യൻ ഉദിച്ച് അതിൻ്റെ ചൂട് റസൂലുള്ളാഹിന്റെ മുതുകിൽ തട്ടിയപ്പോഴാണ് റസൂലുള്ളാഹി തന്നെ ഉണരുന്നത്. ചില നിവേദനങ്ങളിൽ ആദ്യം ഉണർന്നത് അബൂബക്കറാണ് എന്നാണ്. ആദ്യം ഉണർന്നത് അബൂബക്കർ റളിയല്ലാഹു. അബൂബക്കർ റളിയല്ലാഹു നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു ഉയർന്നു. അദ്ദേഹം തക്ബീർ എല്ലുന്നത് കേട്ടിട്ട് ഉമർ എഴുന്നേറ്റു. അത് കേട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റത്, ഉണർന്നത് എന്നും നിവേദനമുണ്ട്. മനസ്സിലായി? അപ്പം എന്താണ്, ബിലാലിനോട് ചോദിച്ചു, ബിലാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറയാൻ, റസൂലെ ഞാനിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ വാഹനത്തിൽ ഞാനിങ്ങനെ ചാരിയിരുന്ന്, അപ്പോൾ കലപനി എന്നോ ഉറക്കെന്നെ തോൽപ്പിച്ചു എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഇനി എന്താ എല്ലാവരും, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും ശുദ്ധി വരുത്താൻ പറഞ്ഞു. എന്നിട്ട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞ് എന്നിട്ട് നിസ്കരിക്കാം. റസൂലുള്ളാഹി പറഞ്ഞ്, ഈ ഉറങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ പിന്നെ ഹബസന ഷെയ്ത്താൻ നമ്മളെ തടഞ്ഞ സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് നിസ്കരിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് മാറിയിട്ട് എന്ത് ചെയ്തു, വേറെ സ്ഥലത്ത് നിസ്കരിച്ചു എന്നാണ്. നമ്മളൊക്കെ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റ് മാറേണ്ടി വരും. അവിടെ ഫജ്ർ നിസ്കാരത്തിൻ്റെ സമയത്ത് ഷെയ്ത്താൻ ഉറക്കിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ നമുക്ക് ഇനി നിസ്കരിച്ചേണ്ട, നമുക്ക് മാറി നിസ്കരിക്കാൻ പറഞ്ഞാൽ അപ്പുറത്ത് പോയിട്ടാണ് നിസ്കരിച്ചത്. ഏതായാലും പിന്നെ അവിടെ നോക്കി അതിനെ വിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത യാത്ര, വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ ഉള്ള യാത്ര മധ്യയാണ് വിശ്രമിക്കേണ്ടി വന്നത്. അപ്പോഴും റസൂലുള്ളാഹി ഉറങ്ങുമ്പോൾ ആളുകൾ പറയാണ്, റസൂലുള്ളാഹി നമുക്ക് വിശ്രമിക്കാം, നടക്കാൻ വയ്യാന്ന് പറയാണ്. റസൂലുള്ളാഹിന്റെ പേടി ഇതാണ്, ഇന്നി അഖാഫു അൻ യഫൂതന സലാത്ത്, നിസ്കാരം നമുക്ക് നഷ്ടമാകുമെന്നുള്ള എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് മൈ യൂഖിദൂന ലിസ്സലാ, നിസ്കാരത്തിന് ആര് വിളിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ബിലാൽ ഏറ്റെടുത്തപ്പോൾ റസൂൽ എന്ത് ചെയ്യുന്നത്, വിശ്രമിക്കുന്നത്. തങ്ങളുടെ അളവിൽ നിസ്കാര സമയത്ത് ഉറങ്ങിപ്പോയ ഒരു കേസാണ് ഇപ്പം ഇത്. ഒരു കേസ് അതാണ് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമറും റളിയല്ലാഹു അൻഹും ഈ യാത്രയിൽ പിന്നെ ഇതേപോലെ ഉറങ്ങിയ ഒരു വിഷയമുണ്ട്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. പിന്നെ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്കൊരു സേവകനുണ്ട് യാത്രയിൽ. മുസ്ലിം മതങ്ങളൊക്കെ ഉള്ള യാത്ര തന്നെയാണ്. അപ്പോൾ അബൂബക്കറും ഉമറും എന്ത് ചെയ്തു, ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ, നീ ഭക്ഷണം ഉണ്ടാക്കുന്ന പറഞ്ഞു. ആരോട്? ഈ സേവകനോട്. അപ്പോൾ അയാൾ എന്ത് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി ഒരുങ്ങിയപ്പോഴത്തേക്ക് യാത്രയല്ലേ, മൂപ്പര് ഉറങ്ങിപ്പോയി. ഈ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആൾ അവിടെ ആദ്യം എഴുന്നേറ്റത് ആരാ? അബൂബക്കറും ഉമറുമാണ്. അപ്പോൾ ഉണർന്ന് എഴുന്നേറ്റിട്ട് തിന്നാൻ വേണ്ടി വിശന്നിട്ടാണ് ഉള്ളത്. അബൂബക്കറും ഉമറും വിശന്നിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഉണർന്ന് എഴുന്നേറ്റ് തിന്നാൻ വേണ്ടിയിട്ടാണ്
ഇയാളെ ഭക്ഷണം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചത്. പക്ഷെ അയാൾ ഉറങ്ങി, കിടന്നുറങ്ങി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക ലനഊം, ഇന്നക ലനഊം. എന്താ നഊം എന്ന് പറഞ്ഞാൽ? നായിം എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങുന്നവൻ. അതിൻ്റെ അഗാധാർത്ഥ പ്രയോഗമാണ് എന്ത്? അതിൻ്റെ അഗാധാർത്ഥ പ്രയോഗമാണ് നഊം. നഊം എന്ന് പറഞ്ഞാൽ ആ ഭയങ്കര ഉറക്കക്കാരന് എന്നറിയില്ല, ഉറക്കി അറിയില്ല, നീ ഒരു ഉറക്കിയാണ് അറിയുന്നത്. ആണിനും പെണ്ണിനൊക്കെ അങ്ങനെ പറയും. ഇംറുൽ ഖൈസ് കാമുകിനെ കുറിച്ച് പറയുന്നുണ്ട്, നഊമുദ്ദുഹ ജാഅത് ബിറയ്യൽ ഖറൻഫുലി എന്ന്. ഇവരെ കാമുകി എപ്പോഴും നഊമുദ്ദുഹ, ദുഹ ആയിട്ടില്ലെങ്കിലും മുപ്പത്തിയേഴ് നീച്ചൂല എന്നുള്ളതാണ്, ഉറങ്ങിക്കൊണ്ട്. നഊം എന്ന് പറയും, ഭയങ്കര ഉറക്കി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ലനഊം. അപ്പോൾ ഉമറും ഉണ്ട്. എന്നിട്ട് പിന്നെ തിന്നണ്ടേ ഭക്ഷണമല്ല. അപ്പോൾ ഈ ഖാദിമിനോട് അബൂബക്കർ ഉമറും പറയാണ്, റസൂലുള്ളാഹിൻ്റെ അടുക്കൽ പോയിട്ട് സലാം പറയാ. എന്നിട്ട് പിന്നെ ഇന്ന അബൂബക്കറിൻ വ ഉമറ യസ്തഅ്ദിമാനിക്, അബൂബക്കറും ഉമറും നിങ്ങളോട് കുറച്ച് ഇദാം ചോദിക്കുന്നു. ഇദാം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടാൻ, കറി, റൊട്ടി തിന്നാൻ എൻ്റെ ഇദാം ചോദിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ഖാദിമി എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇങ്ങനെ അബൂബക്കർ ഉമറും നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്, നിങ്ങളോട് അല്പം കൂട്ടാൻ ചോദിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി പറയാണ്, അബൂബക്കറിനോട് ഉമറിനോട് ചെന്നിട്ട് പറയുക, നിങ്ങൾ ഖദ് ഇത്തദത്തുമ, നിങ്ങൾ കൂട്ടാൻ കൂട്ടിയിക്കണ് എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഖാദിം എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി പറയണത് നിങ്ങൾ കറി കൂട്ടിയിക്കണെന്നാണ് എന്നാണ്. അപ്പോൾ എന്തോ ഒരു പന്തികേട് മനസ്സിലാക്കിയിട്ട് അബൂബക്കർ ഉമർ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. റസൂലെ, ഞങ്ങൾക്ക് റൊട്ടി നിന്നിട്ടില്ല, കൂട്ടാനും കൂട്ടിയിട്ടില്ല, പക്ഷെ നിങ്ങളെങ്ങനെ ഞങ്ങൾ കറി കൂട്ടി എന്ന് പറയാം? അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, നിങ്ങളുടെ സഹോദരൻ്റെ മാംസമാണ് നിങ്ങൾ കറിയായി കൂട്ടിയത്, നിങ്ങളുടെ സഹോദരൻ്റെ മാംസമാണ് നിങ്ങൾ കറിയായി തിന്നത് എന്ന് പറയാണ്. എന്താ സഹോദരൻ്റെ മാംസമാണ് തിന്നത് എന്ന് പറയുന്നത്? സഹോദരൻ്റെ കുറ്റം പറഞ്ഞേ, ഇന്നക്കല്ല നഊം എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് റസൂൽ പറയും, ഇന്നി ലഅറാ ലഹ്മഹു ബൈന അനിയാബികുമ, നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ, അബൂബക്കർ ഉമർ വേണം, നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ അയാളുടെ ഇറച്ചി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു, അയാളുടെ മാംസം ഞാൻ കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന്. അപ്പോൾ അബൂബക്കറും ഉമറും, യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിർ ലനാ, അള്ളാൻ്റെ റസൂലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൊറുക്കലിനെ തേടി എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഹുവ യസ്തഗ്ഫിറു ലകുമ, ഞാനല്ല, അയാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടട്ടെ, അയാൾ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇമാം അൽ ഖറാഇത്തി അദ്ദേഹത്തിൻ്റെ മസാബിഉൽ അഖ്ലാഖ്, അതേപോലെ തന്നെ അദ്ദിയാഉൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ പിന്നെ ഹദീസ് ഗ്രന്ഥത്തിലൊക്കെ ഉദ്ധരിച്ചൊരു സംഭവമാണ്. അവിടെ അബൂബക്കറാണ് ഉമറാണ് പറഞ്ഞത്, എന്തേ ഉള്ളൂ, പറഞ്ഞത് നഊം എന്നാണ്, ഇതൊരു ഉറക്കിയാണ് എന്നേ പറഞ്ഞോളൂ. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറച്ചി തിന്നണതിന്, അതും എങ്ങനെ അബൂബക്കറിൻ്റെ ഉമറിനെയാണ് റസൂൽ എന്തിനാണ് ഈ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ അവിടെ നമ്മുടെ വിഷയം എന്താണ്? ഈ ഉറക്കിൻ്റെ പ്രശ്നം. ഉറക്കെന്ത് ചെയ്യും? ആളുകളെ അവരുടെ ഉദ്യമങ്ങളിൽ നിന്ന് തെറ്റിക്കും, ആളുകളുടെ പ്രവർത്തനങ്ങൾ തെറ്റിക്കും. ആളുകൾ എത്ര ശക്തനായാലും മല്ലനായിട്ടുണ്ടെങ്കിലും ഉറക്ക് അത് മൗത്തുൻ ഖഫീഫാണ്. ആളുകൾ എന്ത് ചെയ്യും? ഇത് ചെയ്യും എന്നുള്ളതാണ്, കീഴ്പ്പെടുത്തും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ എന്താണ് ഉറക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉറക്കിൻ്റെ ഈ പ്രത്യേകതകൾ, സവിശേഷതകൾ, അതിൻ്റെ ഈ ഉറക്കിലുള്ള ഈ ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ പ്രതിപാദിക്കുക എന്നുള്ളതേ കഴിയുള്ളൂ, നിർവചിക്കാൻ പറ്റില്ല. ഏതായാലും അതെന്താണ്? മിൻ ആയാതിഹി മനാമുക്കും ബില്ലൈൽ, അല്ലേ? ലൈലിൽ നിങ്ങളുടെ മനാം, വന്നഹാർ, നഹാറിൽ മനാമുണ്ടോ? ആ മനാമിൽ നഹാർ പകലിൽ ഉറങ്ങേണ്ടി വരൂലേ? നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ, അല്ലേ? നൈറ്റ് ഡ്യൂട്ടി ഇപ്പോൾ പണ്ടത്തെ അത്ര തന്നെ ഉണ്ടായില്ല നൈറ്റിൽ. അതേസമയം ഇപ്പോൾ രാത്രി നൈറ്റ് ഡ്യൂട്ടിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഡ്രൈവർമാരാകട്ടെ, സെക്യൂരിറ്റി ജീവനക്കാരാകട്ടെ, ഇപ്പോൾ ഈ ആശുപത്രികളിലൊക്കെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവില്ലേ, യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ
അവർ രാത്രിയിൽ ഉറങ്ങൂല, അവരുടെ ഉറക്ക് പകലിലാണ് അല്ലേ? പകലിലാണ്. അപ്പം അതാണ് അവിടെ ഉദ്ദേശം. രാത്രിയിലുള്ള ഉറക്ക് അത് അറിയപ്പെട്ടതാണ്. നഹാറിലുള്ള ഉറക്ക്, പിന്നെ നഹാറിലുള്ള ഒരു ഉറക്കാണ് എന്ത്? കൈലൂല. എന്താ കൈലൂല? കൈലൂല എന്ന് പറഞ്ഞാൽ ഉച്ച ഉറക്ക് അല്ലേ? കാനു യുജമ്മിഊൻ സുമ്മ യഖീലൂൻ എന്നാണ്. സഹാബികളൊക്കെ കാനു യുജമ്മിഊൻ, ജുമുഅ നിസ്കരിക്കും എന്നിട്ട് യഖീലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖീലു ഫഇന്ന ശയാത്തീന ലാ തഖീൽ. എന്താ ഖീലു? നിങ്ങൾ കൈലൂല ഉറങ്ങണം, ഉച്ചക്ക് നിങ്ങൾ ഉറങ്ങണം, വിശ്രമിക്കണം. ഫഇന്ന ശയാത്തീന ലാ തഖീൽ, ശൈത്താന്മാർ ഉച്ച ഉറങ്ങൂല എന്ന് ഒരു ഹദീസുണ്ട്, സഹിയാണ് ഹദീസ്. അതൊരു നിർബന്ധ കൽപ്പന അല്ല കേട്ടോ. പക്ഷെ അതൊരു പിന്നെ ഖവ്വാത്ത് ഇബ്നു ജുബൈർ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, ഖവ്വാത്ത് അറിയപ്പെട്ട സഹാബിയാണ്. ഖവ്വാത്ത് ഇബ്നു ജുബൈർ അൽ അൻസാരി അദ്ദേഹം പറഞ്ഞതായി കാണാം, അന്നൗമു ഫി അവ്വലിൻ നഹാരി ഖർഖുൻ വഫി ഔസതിഹി ഖുലുഖുൻ വഫി ആഖിരിഹി ഹുംഖുൻ എന്ന്. എന്താ അന്നൗം? ഉറക്ക്, ഫി അവ്വലിൻ നഹാർ, അവ്വലിൻ നഹാർ എന്ന് പറഞ്ഞാൽ പകലിൻ്റെ തുടക്കത്തിൽ, ഖർഖുൻ, ഖർഖുൻ എന്ന് പറഞ്ഞാൽ ജഹിലാണ്, വിവരക്കേടാണ്, ബോഷ്കാണ്. അവ്വലിൻ നഹാർ പകലിൻ്റെ തുടക്കത്തിൽ ഉറക്ക് ഖർഖാണ്. വഫി ഔസതിഹി പകലിൻ്റെ മധ്യത്തിലുള്ള ഉറക്ക് ഖുലുഖുൻ. ഖുലുഖും മംദൂഹ്, സൽ സ്വഭാവമാണ്, നല്ലതാണ്, നല്ല സ്വഭാവമാണ്. വഫി ആഖിരിഹി പകലിൻ്റെ ഒടുവിൽ എന്ന് പറഞ്ഞാൽ അസറിന് ശേഷമുള്ള ഉറക്ക് അത് എന്താ? ഹുംഖ് അല്ലെങ്കിൽ ഹംഖ്. ഹുംഖ് പറഞ്ഞാ ഹംഖിൻ്റെ പരിപാടി എടുക്കുന്നത് അല്ലേ? അത് വിഡ്ഢിത്താണ് എന്നാണ്, വിഡ്ഢിത്താണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ വാക്കാണ്, ഖവ്വാത്ത് ഇബ്നു ജുബൈറിൻ്റെ വാക്കാണ്. ഇത് ഇമാം ബുഖാരി അൽ അദബുൽ മുഫ്രദിൽ അദ്ദേഹത്തിൻ്റെ വാക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഖവ്വാത്ത് ഇബ്നു ജുബൈർ അൽ അൻസാരി പറയുന്നത് പകലിൻ്റെ തുടക്കത്തിൽ ഉറങ്ങുന്നത് ഖർഖാണ്, ജഹൽ. നടുവിൽ ഉറങ്ങണത്, കൈലൂല ഉറങ്ങണത് നല്ല സ്വഭാവമാണ്, ഖുലുഖാണ്. പകലിൻ്റെ അവസാനം ഉറങ്ങണത് എന്താണ്? അത് ഹംഖാണ് എന്ന് പറയുന്നത്. ഖവ്വാത്ത് ഇബ്നു ജുബൈറിനെ ഞാൻ അതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ് ബദറിൽ. പക്ഷെ ബദറിൽ പങ്കെടുത്ത പറഞ്ഞാൽ അദ്ദേഹം ബദറിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് കാലിലൊരു കല്ല് തട്ടിയിട്ട് പിന്നീട് അദ്ദേഹത്തിന് യാത്ര പ്രയാസമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ നിന്ന് തിരിച്ചയച്ചു. പക്ഷേ യുദ്ധാർജിത സ്വത്ത് നൽകി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധാർജിത സ്വത്ത് നൽകി. അർത്ഥം ബദരീങ്ങളിൽ എണ്ണപ്പെടുന്ന ആളാണെന്ന് അർത്ഥം. ബദറിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. ഖവ്വാത്ത് ഇബ്നു ജുബൈർ. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഉഹുദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി ജബലുർ റുമാത്തിൽ, ജബലുർ റുമാത്തിന് മുകളിൽ 50 ആളുകളെ നിർത്തിയില്ലേ? അപ്പോൾ ആ 50 ആളുകളെ നേതാവ് ആരായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ ആണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഖവ്വാത്ത് ഇബ്നു ജുബൈർ. അദ്ദേഹത്തിൻ്റെ വാക്കാണത്. ഈ ഖവ്വാത്ത് ഇബ്നു ജുബൈറിനെ ഇമാം ദഹബി വിശേഷിപ്പിച്ചത് സാഹിബു ദാത്തിൻ നിഹ്യൈൻ എന്നാണ്. സാഹിബു ദാത്തിൻ നിഹ്യൈൻ. ദാത്തുൻ നിഹ്യൈൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണാണ്. നിഹ എന്ന് പറഞ്ഞെങ്കിൽ തോൽസഞ്ചി, 2 തോൽസഞ്ചികൾ ഉള്ള പെണ്ണ്, അതിൻ്റെ സാഹിബ് എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ജാഹിലിയത്തിൽ ഇദ്ദേഹം മാർക്കറ്റിൽ പോയി, ഈ ഖവ്വാത്ത് മാർക്കറ്റിൽ പോയി. അപ്പോൾ ഒരു സ്ത്രീ അവിടെ നെയ്യ് വിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നെയ്യ് വിൽക്കുന്നത് പാത്രം എന്താണ്? തോൽസഞ്ചിയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഒന്നും പാത്രങ്ങളില്ല, തോൽസഞ്ചിയാണ്. അപ്പോൾ ഈ തോൽസഞ്ചിയിൽ നെയ്യ് വെക്കുന്നിട്ട് എന്ത് ചെയ്യും? അത് കെട്ടും. അപ്പോൾ ഈ നെയ്യ് ചോദിച്ച്, അപ്പോൾ സ്ത്രീ എന്ത് ചെയ്ത് ഒരു നെയ്യിൻ്റെ ഇത് ഇട്ടു. അപ്പോൾ ഖവ്വാത്ത് എന്ത് ചെയ്ത്? റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് മുമ്പാട്ടാ, അതുകൊണ്ട് ആ പരിഗണനയിൽ കേട്ടാൽ മതി. അദ്ദേഹം എന്ത് ചെയ്ത് ഈ കെട്ടയച്ചിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്തത്? പെണ്ണിൻ്റെ അടുത്ത് കൊടുത്ത്, ഇനി വേറെ ഒന്ന് നോക്കട്ടെ ആയിരുന്നു. അപ്പോൾ ഈ പെണ്ണ് ഇതെന്ത് ചെയ്ത്? ഇത് തുറന്നതല്ലേ, അതിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു വേറൊന്ന് ചോദിക്കും. അപ്പം എന്ത് ചെയ്ത്? അത് വേറെ ഒന്ന് കയ്യിലെടുത്ത് കൊടുത്ത്. അപ്പോൾ ഖവ്വാത്ത് റളിയല്ലാഹു അൻഹു അതും കഴിച്ച്, എന്നിട്ട് അത് നോക്കിയിട്ട്
അത് മറ്റേ കയ്യിലും കൊടുത്ത്. അപ്പോൾ ഇത് രണ്ട് കൈയും പിടിച്ചിരിക്കല്ലേ. അപ്പോൾ ഹവ്വാത്ത് എന്ത് ചെയ്തു? ആ സ്ത്രീയെ ലൈംഗികമായിട്ടെന്തോ ചെയ്തു. അതുകൊണ്ട് ഹവ്വാത്ത് പിന്നീട് അറിയപ്പെട്ടത് സാഹിബു റാത്തിൻ നിഹ്യയിൻ എന്നാണ് ഇതിൻ്റെ പേരിൽ. അതാണ് ഇമാം ദഹബി അദ്ദേഹത്തെ പരിചയം ജാഹിലിയത്തിൽ. ഏതായാലും ഹവ്വാത്ത് റളിയല്ലാഹു തആല എന്ന് പറയാണ്, പകലിൻ്റെ തുടക്കത്തിൽ ഉറങ്ങണത് എന്താണ്? അത് ജഹലാണ്. നടുക്കുകയാണെങ്കിൽ നല്ല സ്വഭാവമാണ്. പകലിൻ്റെ ഒടുവിൽ അത് ഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൈലൂല ഉറങ്ങൽ അതാണ് വന്നഹാർ, പകലിലുള്ള മനാം ഉറക്ക്. അത് കൈലൂലയായാലും ഇനി രാത്രി ജോലി ചെയ്തിട്ട് പകലിൽ വിശ്രമിച്ച് ഉറങ്ങേണ്ട ആ ഉറക്കായാലും അതെന്താണ്? മിൻ ആയാത്തിഹി എന്നാണ്. മിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് മനാമു കുംബില്ലൈലി വന്നഹാർ. ഓക്കെ, എത്ര ഉറങ്ങണം ഡോക്ടർ? ഒരാൾ ശരാശരി എത്ര ഉറങ്ങണം? 8 മണിക്കൂർ. ഡോക്ടർമാരൊക്കെ പൊതുവെ പറയുന്നതാണത്, 8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത്. അത്ര അളവ് വേണം. ഉറക്കം ശരീരത്തിന് എന്തിനാണ് അല്ലേ? റാഹത്തിനാണ്. മസ്തിഷ്കവും മനസ്സും ശരീരവും എന്ത് ചെയ്യണം? വിശ്രമിക്കണം അല്ലേ? അതിനാണ് ഉറക്ക്. ആ വിശ്രമത്തിന് എത്ര അളവാണ് വേണ്ടത്? അത്ര പോരെ ഉറക്ക്? 8 മണിക്കൂറിന് വേണമെന്നുണ്ട്. ചിലർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തില്ല, അതിനെ നിരൂപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മതപണ്ഡിതന്മാർ. പിന്നെ ചിലർ പറഞ്ഞ് ഉറക്കിന് 5 ഘട്ടം. 5 ഘട്ടം. അതിൽ പിന്നെ 90 മിനിറ്റ് 90 മിനിറ്റ് 90 മിനിറ്റ് 90 മിനിറ്റ് 90 മിനിറ്റ് 90 മിനിറ്റ് ആകുമ്പോൾ എത്ര മണിക്കൂറാണ്? 4.5 മണിക്കൂർ. 4 മണിക്കൂർ. അതിൽ ആദ്യത്തെ 90 മിനിറ്റ് നൗമുൻ ഖഫീഫ്, രണ്ടാമത്തെ 90 മിനിറ്റ് നൗമുൻ അമീഖ് അല്ലേ? ഈ നൗമുൻ അമീഖ് ഇതിലാണ് പിന്നെ ശരീരത്തിൻ്റെ തെർമീം, ശരീരം ഉണ്ടല്ലോ, ഈ നമ്മൾ ഉറങ്ങണേനെ വിശ്രമിക്കാനാണ്. അപ്പം ഉറക്കിൽ പോകുമ്പോൾ തന്നെ നമ്മളാകെ ചടച്ചുകൊണ്ടായിരിക്കും. ആ ചടച്ചതൊക്കെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ആ ഉറക്കിലാണ്, നൗമുൻ അമീഖിലാണ്. പിന്നെ ഹോർമോണുകളുടെ ഉൽപ്പാദനം അതും ഈ നൗമുൻ അമീഖിലാണ്. ഡോക്ടർ തിരുത്തണേ. ഏതായാലും പിന്നെ നൗം ഉണ്ടല്ലോ, പിന്നെ ഈ മൂന്നാമത്തെ ഘട്ടം, ഒന്നാമത്തേത് നൗമുൻ ഖഫീഫ്, പിന്നെ 2 ഘട്ടം അതാണ് നൗമുൻ അമീഖ്, പിന്നെ 2 ഘട്ടം അതാണ് നൗമു തമ്മീമു ദാക്കിറ. ദാക്കിറ ഉണ്ടല്ലോ, മനുഷ്യൻ്റെ ബോധം, അതിനെ വ്യവസ്ഥപ്പെടുത്തുന്ന പിന്നെ നൗമുൽ എന്താണ് ഈ മർഹലത്തുൽ അഹ്ലാം വ തംദീമു ദാക്കിറ എന്ന് പറയാം. നമ്മളുടെ അഹ്ലാം എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ, തംദീമു ദാക്കിറ എന്ന് പറഞ്ഞാൽ ബോധം ക്രമീകരിക്കുക, വ്യവസ്ഥപ്പെടുത്തുക, ആ ഘട്ടം. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ്. അപ്പോൾ അതിനെത്ര മതി? ഉറക്ക് 4.5 മണിക്കൂർ മതി. 4.5 മണിക്കൂർ മതി എന്നാണ് വേറൊരു വക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. 8 പറയുന്നവർ ഉണ്ട്. ഏതായാലും ശരീരം വിശ്രമിക്കണം അല്ലേ? ഇന്നലി നഫ്സിക അലൈക ഹക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ശരീരത്തിന് എന്തുണ്ട്? ഹക്കുണ്ട്. ആരോടാ പറഞ്ഞത്? ഉറങ്ങാതെ രാത്രി ഖുർആൻ ഓതി നിസ്കരിക്കുന്നവനോടാ പറഞ്ഞത്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു മകൻ അബ്ദുള്ളക്ക് പെണ്ണെട്ടിച്ച് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം എന്ത് ചെയ്യണം? അംർ ഇബ്നു ആസ് റളിയല്ലാഹു എൻ്റെ മരുവളക്ക് കെന്നത്ത് എന്ന് പറയാം. മരുവള ചെന്ന് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മകൻ, എങ്ങനെയുണ്ട് ചോദിക്കണം. അത് നല്ല പുതിയാപ്പിളയാണ്, ഉഷാറാണ്. പിന്നെ ലം യതലന ഫിറാശൻ വല യമുസ്സലന കനഫൻ. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വിരിപ്പ് വന്നിട്ടില്ല, മേത്തൊന്നും തൊട്ടിട്ടില്ല. രാത്രി നിസ്കാരമാണ്, പകലിൽ നോമ്പാണ്, ആൾ ഉഷാറാന്ന് പറയുന്നത്. അപ്പോൾ അബ്ദുല്ലാസ്ലം തന്നെ മനസ്സിലായി നല്ല ഓക്കെയാണ് എന്നുള്ളത്. അതിന് നബ്സ്ലാസ്ലം മാത്രം കൂടി ചെന്നിട്ട് പറയാണ്, അബ്ദുള്ളക്ക് പെണ്ണെട്ടിച്ചു, പക്ഷെ ഇങ്ങനെയാണ് ചെയ്യുന്നത് റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ള വിളിച്ചിട്ട് പറയാണ്, ഞാൻ രാത്രി മുഴുവൻ ഓതി നിസ്കരിക്കും, പകലെല്ലാ ദിവസവും നോമ്പ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അത് ചികിത്സിച്ചില്ല. എവിടെയാണ് പറഞ്ഞത്? ഇന്നലി നഫ്സിക അലൈക ഹക്ക, നഫ്സിനൊരു അവകാശമുണ്ട്. നഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹവും ദേഹിയും കൂടിയത്, അതിൻ്റെ അവകാശമാണ് ഉറക്ക്. അതേപോലെ തന്നെ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ രാത്രി നിസ്കരിച്ചപ്പോൾ സൽമാൻ അൽ ഫാരിസി സന്ദർശകനായി ചെന്നിട്ടുള്ള ആ വിഷയം, അതിൽ ഉറങ്ങാതെ നിസ്കരിക്കണ വിഷയം അബൂദർദായിൻ്റേത്. അപ്പോൾ അവിടെയും പറഞ്ഞു ഇന്നലി നഫ്സിക അലൈക ഹക്കൻ. അപ്പോൾ നഫ്സിന് ഒരു ഹക്കുണ്ട്, വിശ്രമിക്കണം, മനസ്സിനും മസ്തിഷ്കത്തിനും വിശ്രമിക്കണം എന്നുള്ളത്. അതിനെത്രയാണോ വേണ്ടത് അല്ലേ, അത്ര മതി എന്നുള്ളതാണ്.
അത്ര ഉറങ്ങിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ നേരത്തെ ഉറങ്ങണം എന്നുള്ളത് കിട്ടും. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യക്റഹു നൗമ ഖബ്ലൽ ഇശ, ഇശക്ക് മുമ്പ് ഉറങ്ങുന്നത് വെറുത്തിരുന്നു. വൽ ഹദീസ ബഅദഹു എന്നാണ്, ഇശക്ക് ശേഷം വർത്താനം പറയുന്നതിനെ വെറുത്തിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പഠനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി റസൂൽ എന്ത് ചെയ്തിട്ട് ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഇശയ്ക്ക് ശേഷം അർദ്ധരാത്രി വരെ, രാത്രി മുഴുവനൊക്കെ സമയം കഴിച്ചത് വന്നിട്ടുണ്ട്. അതേസമയം അതില്ലെങ്കിൽ പൊതുവിൽ റസൂലുള്ളാഹിന്റെ ഹാലെന്താ, ഇശയ്ക്ക് ശേഷം വേഗം ഉറങ്ങുക എന്നുള്ളതാണ്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നുണ്ട്, മാ നാമ ഖബ്ലൽ ഇശ വല സഹിറ ബഅദഹു എന്നാണ്. ഒരിക്കലും റസൂലുള്ള ഇശയ്ക്ക് മുമ്പ് ഉറങ്ങിയിട്ടില്ല, ഇശയ്ക്ക് ശേഷം വർത്താനം പറഞ്ഞിരുന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉറങ്ങുക എന്നുള്ളത് എന്താണ്, നല്ലതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ 8 മണിക്കൂറൊക്കെ ഉറങ്ങുക എന്നുള്ളത് അല്ല. കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, സച്ചരിതയെ കുറിച്ച് അള്ളാഹ് പറയാണ്, അവർ രാത്രിയിൽ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ അല്ലേ, വളരെ കുറച്ചേ ഉറങ്ങിയിരുന്നുള്ളൂ എന്നല്ലേ. തതജാഫ ജുനൂബുഹും അനിൽ മദാജി, കിടക്കുന്നിടത്ത് നിന്ന് അവരെന്ത് ചെയ്യും, അവരുടെ പാർശ്വങ്ങളെ അകറ്റും, എന്നിട്ട് അവർ ദുആ ചെയ്യുന്നൊക്കെ പറഞ്ഞു, നിസ്കരിക്കണത് പറഞ്ഞില്ലേ. സലഫുകളുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ അല്ല, അവർ രാത്രിയിൽ പഠനത്തിൽ, ഞാൻ ഇന്ന് ആലൂസി അല്ലേ, തഫ്സീറു ആലൂസി അറിയപ്പെട്ട തഫ്സീറാണ് തഫ്സീറുൽ ആലൂസി. തഫ്സീറു റൂഹുൽ മആനി എന്ന് പറയുന്ന തഫ്സീറിൻ്റെ ഓദർ, തഫ്സീറു റൂഹുൽ മആനി വ തഫ്സീറുൽ ഖുർആനിൽ അദീം വ സബ്ഉൽ മസാനി എന്ന തഫ്സീറിൻ്റെ പേര്. ഏതായാലും ഈ അൽ ആലൂസി, ശിഹാബുദ്ദീൻ മഹ്മൂദ് അബുസന അൽ ആലൂസി, അദ്ദേഹത്തിന് പകല് 12 ക്ലാസ് ആയിരുന്നു എന്നാണ്. പകല് 12 ക്ലാസ്, രാത്രി അദ്ദേഹത്തിൻ്റെ തഫ്സീർ രചന, രാത്രി തഫ്സീർ എഴുതുക. തഫ്സീറുൽ ആലൂസി അറിയപ്പെട്ട തഫ്സീറാണ്. അദ്ദേഹം ഈ അടുത്ത് ജീവിച്ച ആളാണ്, 1270 ഹിജ്റയുടെ മരിച്ച ആളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം രാത്രിയാണ് ഈ തഫ്സീർ തയ്യാറാക്കിയത് എന്നാണ്. അത് ഞാൻ പിൽക്കാലക്കാരൻ ഒരാൾ ഉദ്ധരിച്ചാണ്, പൂർവികര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹ് എന്താ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുമിൽ ലൈല ഇല്ല ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല. ഏതായാലും ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഈ ഉറക്കൊരു കുറേ സമയം, ചില ആളുകൾ ഉണ്ടല്ലോ ഈ ഷഹന ചെയ്യൂലേ, ഷഹന ചെയ്യാന്ന് പറഞ്ഞാൽ അതാ ചാർജ് ചെയ്യുക, മൊബൈലൊക്കെ ചാർജ് ചെയ്യുക, ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എത്ര കൂടുതൽ ചാർജ് ചെയ്യണം അതിനനുസരിച്ചാണ് സാധനത്തിന് ചാർജ് ചെയ്യുന്നുള്ള പോലെ തന്നെ, എത്ര കൂടുതൽ ഉറങ്ങുന്നു അതിനനുസരിച്ചാണ് ശരീരത്തിൻ്റെ ഉന്മേഷവും ഊർജവും എന്നാണ് ചിലർ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഉണ്ടല്ലോ ഈ പ്രമാണവചനങ്ങൾ, ഈ സച്ചരിതങ്ങളൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ ഉറങ്ങിയിട്ടുണ്ടാണ് ഉന്മേഷവും ഊർജവും എന്നുള്ളതല്ല. പിന്നെയോ ശരീരം വിശ്രമിക്കണം, മനസ്സ് വിശ്രമിക്കണം, മസ്തിഷ്കം വിശ്രമിക്കണം. അതിനെത്രയാണോ അളവ്, അത്രയായാൽ അത് മതി എന്നുള്ളതാണ്. ഇതൊക്കെ എന്തെങ്കിലും പറയണ്ട. 6 മണിക്കൂറല്ലേ, 6 to 8. ഈ വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രങ്ങളൊക്കെ അനുഭവങ്ങളുടെ സംഭാവനകളും അല്ലേ, പഠനങ്ങളും അവതരണങ്ങളും അല്ലേ. അത് വൈദ്യശാസ്ത്രം ഉണ്ടല്ലോ, ഈ അനുഭവങ്ങളുടെ പഠനങ്ങളാകുമ്പോൾ ചിലരെന്ത് ചെയ്യും, അവരുടെ അനുഭവങ്ങളും കണ്ടെത്തലുകളും അവതരിപ്പിക്കും. മറ്റു ചിലരെന്ത് ചെയ്യും, അവരുടെ അനുഭവങ്ങളും കണ്ടെത്തലുകളും അവതരിപ്പിക്കും. പലപ്പോഴും ഇത് ഏറ്റുമുട്ടും. കൊറോണയിൽ കുറേ ആളുകൾ സൂചി വെച്ച് വൈദ്യശാസ്ത്രം പറഞ്ഞനുസരിച്ച്, കുറേ ആളുകൾ സൂചി വെച്ചില്ല വൈദ്യശാസ്ത്രം പറഞ്ഞനുസരിച്ച്. അതിൽ ഭയങ്കര ഇത് വന്നില്ലേ. അപ്പം അതിന് പറഞ്ഞിട്ട് കാര്യമല്ല, അത് ലോകത്തെയോ ശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതെന്താണ്, ഇതൊന്നും വഹി ഇറങ്ങിയിട്ട് പറയുന്നതല്ല, പിന്നെയോ അനുഭവങ്ങളുടെയും പഠനങ്ങളുടെയും മനനങ്ങളുടെയും സംഭാവനകളാണ്. അപ്പോൾ ആ നിലക്ക് അതിൽ വീഴ്ചകൾ സ്വാഭാവികമാണ്. എന്തായാലും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അല്ലേ, പ്രമാണവചനങ്ങളോട് ഏറ്റുമുട്ടാത്ത രീതിയിൽ, സച്ചരിതരങ്ങളോട് ഏറ്റുമുട്ടാത്ത രീതിയിലായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പറയേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനാം അത് രാത്രിയായാലും പകലായാലും എന്താണ്, അള്ളാഹുവിൻ്റെ ആയത്താണ്. അത് എത്ര അളവ്, എത്ര മണിക്കൂർ എന്നുള്ളതൊരു ക്ലിപ്പ് നിർണയവും കൃത്യതയും പറയാൻ കഴിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണം എന്നുള്ളത്, നമ്മൾ ശരീരം വിശ്രമിക്കണം, മനസ്സും മസ്തിഷ്കവും വിശ്രമിക്കണം. അതിന് എങ്ങനെ വേണം എന്നുള്ളതാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം
ചില പണ്ഡിതന്മാരൊക്കെ രചന നടത്തിയിരുന്ന എങ്ങനെ, ചില ആളുകളുണ്ടല്ലോ ഉറങ്ങാൻ കിടക്കും, ഉറക്കം വരില്ല, തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടക്കേണ്ട കാര്യമുണ്ടോ? അത് നേരത്തെ ഖുർആൻ ഇരുന്ന് ഓതിക്കൂടെ, അല്ലെങ്കിൽ നിസ്കരിച്ചൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്റുകൾ കാണാതെ അടിച്ചൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഹപര വെറുതെ ഇങ്ങനെ മനുഷ്യ അങ്ങോട്ട് കിടന്നിട്ട് ഉറങ്ങണമില്ല, സമയം പാഴാക്കാതെ ഒരു ഉണ്ടല്ലോ ഒരു എന്താണ് കാര്യം വായിച്ചു പറഞ്ഞു. ഈ അബു അംറുബ്നുൽ ആല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെട്ട ഖാരിയാണ്, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വലിയ പണ്ഡിതനായ മഹാനായ വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ അബ്ദുൽ കരീമുൽ അസ്മഈ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടാവും. അസ്മഈ ഒരു വഴിക്ക് പോകുമ്പോൾ അബുൽ ആല അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അബുൽ ആല ചോദിക്കുകയാണ്, അസ്മഈ എവിടുക്ക പോണെന്ന്. അപ്പോൾ അസ്മഈ പറയാണ്, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോവുകയാണ് ചോദിക്കണം പറയാം. അപ്പോൾ അബുൽ ആല ഭയങ്കര പണ്ഡിതനാണ്, ദാർശനികനാണ്. അബുൽ ആല പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്നത് ലി അൽ ഫായിദ, എന്തെങ്കിലും ഒരു ഫായിദക്ക് വേണ്ടിയാണ് ചോദിക്കുന്നുണ്ട്. ഫായിദക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഔലിൽ മാഇദ, അല്ലെങ്കിൽ എന്താ മായിദ, എന്താ മായിദക്ക് വേണ്ടിയാണ് പോണെന്ന് ചോദിക്കുന്നുണ്ട്. ഔലിൽ ആയിദ, അല്ലെങ്കിൽ ആയിദക്ക് വേണ്ടിയാണോ പോകുന്നത് ചോദിക്കുന്നുണ്ട്. ആയിദ ആരാണിതൊന്ന് പറയാ? കൂട്ടുകാരനെ കാണാൻ പോകുന്നത് എന്തെങ്കിലും ഫായിദക്ക് വേണ്ടിയാണോ, എന്തെങ്കിലും അറിവ് നേടാൻ, എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ, ഇതിനാണോ പോണത്? അതാണ് ഫായിദ, അറിവ് നേടാൻ, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനാണോ പോണത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ മാഇദ, മാഇദ പറഞ്ഞാൽ എന്താ? ഭക്ഷണത്തിന് വിളിച്ചു, കല്യാണത്തിന് വിളിച്ചു, സൽക്കാരത്തിന് വിളിച്ചു, അപ്പോൾ ക്ഷണം സ്വീകരിക്കൽ ബാധ്യതയാണല്ലോ. അപ്പോൾ മായിദ മായിദ ഭക്ഷണം ഒരുക്കിയിട്ട് വിളിച്ചിട്ട് പോവുകയാണോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ആയിദ, എന്താ ആയിദ? റിയാദത്തുൽ മരീദ്, എന്താ? രോഗസന്ദർശനം. ആയിദ എന്ന് പറഞ്ഞാൽ രോഗസന്ദർശനം. എന്തെങ്കിലും രോഗസന്ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണോ ചോദിക്കണം. എന്നിട്ട് പറയാണ് വ ഇല്ല ഫല, ഇതിന് പോവുകയാണെങ്കിൽ പോയിക്കോ, വ ഇല്ല ഇതിനല്ലെങ്കിൽ ഫല പോകരുത് എന്ന് പറയണം. പോകരുതാണ്, കാരണം സമയം വേസ്റ്റാണ്. സമയം വേസ്റ്റാക്കുക എന്നുള്ളത് നമ്മൾക്ക് എന്തല്ല പാടുള്ളതല്ല, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതാണ് പഠിപ്പിക്കുന്നത്. അബുൽ ആല റഹ്മത്തുള്ളാഹി അലൈഹി അസ്മയെ പഠിപ്പിച്ചത്, നിങ്ങൾ സന്ദർശിക്കാൻ പോണത് ഫായിദക്കാണെങ്കിൽ ഓക്കെ, മായിദക്കാണെങ്കിൽ ഓക്കെ, ആയിദക്കാണെങ്കിൽ ഓക്കെ, അതില്ല എങ്കിൽ സമയം വേസ്റ്റ് ആക്കേണ്ട, പോകാൻ പാടില്ല എന്ന് പറയും. നമ്മൾ പറയുന്നത് ഉറക്കിൻ്റെ വിഷയത്തിൽ അങ്ങനെയാണ്. ചിലർ കൃത്യമാണ് മൂപ്പർക്ക് കിടക്കണം, കടന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഉറക്കല്ല. പിന്നെ എന്തിനാ അവിടെ പോയി കിടക്കണം? ആ സമയം എന്തെങ്കിലും ഒരു ഫായിദ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗപ്പെടുത്താം, ദുന്യവ്യായ കാര്യത്തിന് അല്ലെങ്കിൽ ഉഖ്റവിയായ കാര്യത്തിന് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഉറക്കിൻ്റെ വിഷയം അത് നമുക്ക് ശരീരത്തിൻ്റെ വിശ്രമം, മനസ്സിൻ്റെ വിശ്രമം, അതിന് വേണ്ടിയിട്ടാണ്. അത് എത്ര, എപ്പോ, എങ്ങനെ വ്യക്തിന്ന് ഇഷ്ടമല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ ഉറങ്ങിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങിയിരുന്നത് ഉറങ്ങി വീഴുമ്പോഴാണ് ഉറങ്ങിയിരുന്നതാണ്. ഉറങ്ങി വീഴുമ്പോൾ ഉറങ്ങുമായിരുന്നു എന്നാണ്. രാത്രി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, രാത്രി ആളുകളുടെ അവസ്ഥകളൊക്കെ അന്വേഷിച്ച് ഉമർ നടക്കുമായിരുന്നു. പിന്നെ കുറേ വൃദ്ധജനങ്ങളുണ്ട്, കുറേ വിധവകളുണ്ട്, കുറേ അഗതികളുണ്ട്, അവരൊക്കെ പരിചരിക്കേണ്ട ബാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ലോകമാന്യതയില്ലാതെ, കേളിക്ക് വേണ്ടിയല്ലാതെ ഇരുട്ടിൻ്റെ മറവിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ രാത്രി അതിനുള്ളതാണ്. പിന്നെ പകൽ ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്, 100 കൂട്ടം കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ ഉറക്കം വന്നിട്ട് വീണത് അപ്പം ഉറങ്ങുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഹുർമുസാനെ പേർഷ്യയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഖലീഫയോടെ ചോദിക്കാണ്. അപ്പോൾ ഖലീഫ അവിടെ ഉണ്ടെന്ന് അറിയണേ. എവിടെ ഖലീഫ? അവിടെ ഇല്ല, അവിടെ ഒരാൾ മരത്തിൻ്റെ തൊട്ട് കിടന്നുറങ്ങുക എന്ന് പറയുന്നത്, അതന്നെയാണ് ഖലീഫ എന്ന് പറയുന്നത്. അപ്പോൾ ഉമർ അങ്ങനെയാണ് ഉറങ്ങിയിരുന്നത്. ഏതായാലും പിന്നെ ഉറക്കിൻ്റെ വിഷയം അതൊരു പിന്നെ
നീ എങ്ങനെ ഉറങ്ങിയാലും അല്ലേ, സമയനിഷ്ഠമായി ഉറങ്ങിയിട്ടുണ്ടെങ്കിലും 8 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും 6 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ച് ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ഉറക്കം എന്താണ്? ഉറക്ക് അള്ളാഹുവിൻ്റെ ഒരു മഹാദൃഷ്ടാന്താണ്. അള്ളാഹു പറഞ്ഞത് വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ വയഅലമു മാ ജറഹ്തും ഫിന്നഹാർ. അള്ളാഹു രാത്രിയിൽ നിങ്ങളെ യതവഫാക്കുന്നാണ്. യതവഫാക്ക് എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുക എന്നർത്ഥം. നമ്മൾ ഉറങ്ങുമ്പോൾ അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ. ഒരു വഫാത്താണ്, അല്ല ഉറക്കം. അതിന് നീച്ചാലായി, ഇല്ലെങ്കിലോ അള്ളാഹു ഏറ്റെടുത്ത റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നേക്കുമായിട്ടാണ് പിടിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ ദുആ ചെയ്യണത്. പിന്നെ എന്താ, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്തഹു ഫഹ്ഫദുഹു വഇൻ അർസൽതഹു വൈൻ അംസക്തഹു ഫർഹംഹു വൈൻ അർസൽതഹു ഫഹ്ഫദുഹു ബിമാ തഹ്ഫദു ബിഹി ഇബാദക അസ്സാലിഹീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ ശരിക്കും ഒരു മരണം വരികയാണ്. അതുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ നമ്മൾ എന്ത് പഠിപ്പിക്കപ്പെട്ടത്? പറയും, എന്ത് പഠിപ്പിക്കപ്പെട്ടത്? എന്തേ? ആദാബു നൗ, ഉറക്കിൻ്റെ മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടത്. ഉറക്കിൻ്റെ മര്യാദകൾ പറഞ്ഞാണി. ഒന്ന് പറയും, അൽ വുദു, ശുദ്ധി വരുത്തുക. അൽ വുദു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഉറങ്ങാൻ പോണതിന് മുമ്പ് നീ വുദു ചെയ്യണം. ജനാബത്തുകാരനാണെങ്കിൽ വരെ കുളിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം? വുദു ചെയ്തിട്ട് ഉറക്ക് വരിക്കണം എന്നുള്ളതാണ്. ഒരാൾ ഭാര്യനായിട്ട് പ്രാപിച്ചു, അയാൾ കുളിക്കണില്ല എങ്കിലും വുദു ചെയ്തിട്ട് കിടക്കാൻ പറഞ്ഞു. ഉറക്ക് വരിക്കുന്നതിന് മുമ്പ് വുദു വേണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. 2 നീ ഒന്ന് പറയും അതിൻ്റെ മുമ്പ് അത്തബ്കീർ അല്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഉറങ്ങിയിരുന്നു എന്നല്ലേ? നേരത്തെ ഉറങ്ങിയിരുന്നു എന്നുള്ളതാണ്. കുറച്ചുറങ്ങിയാലും കൂടുതൽ ഉറങ്ങണമെങ്കിൽ കഴിഞ്ഞിടത്തോളം നേരത്തെ ഉറങ്ങുക എന്നുള്ള വിഷയം. അത് പിന്നെ നമ്മൾ ഉറക്കിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. പിന്നെ പറയും, ഉറക്കണീൻ്റെ മുമ്പ് അതൊക്കെ വിരിപ്പിക്ക് കിടക്കലും ചെരിയലും മറിയലൊക്കെ. പിന്നെ അതിന് മുമ്പ് കുറേ കാര്യങ്ങളില്ലേ. 2 റക്അത്ത് നിസ്കാരമല്ല, വിത്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുമ്പോൾ അൻ ഊതിറ ഖബ്ല അൻ അനാം, ഉറങ്ങണീന് മുമ്പ് വിത്തറാക്കാൻ പറഞ്ഞു. എപ്പോൾ? ഉണരൂലാന്ന് പേടിക്കണോല്, ഉറങ്ങിപ്പോകും എന്ന് ഭയക്കുന്ന അവസ്ഥയാണ് എങ്കിൽ ഉറങ്ങണീന് മുമ്പ് വിത്തറാക്കാൻ പറഞ്ഞു. ഓക്കെ. പിന്നെ ഉറങ്ങുന്ന അതവുകൾപ്പെട്ടതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഉറങ്ങണീന് മുമ്പ് പിന്നെ അടുപ്പിൽ തീയുണ്ടെങ്കിൽ തീ കെടുത്താൻ പറഞ്ഞു. വിളക്ക് കത്തുന്നുണ്ട് എങ്കിൽ മിസ്ബാഹ്, വിളക്ക് കത്തുന്നുണ്ട് എങ്കിൽ വിളക്ക് കെടുത്താൻ പറഞ്ഞു. സുറുജ് അല്ലേ. അതേപോലെ തന്നെ പിന്നെ പാത്രങ്ങൾ മൂടാൻ പറഞ്ഞു. ബിസ്മില്ല ചൊല്ലിയിട്ട് ബിസ്മി ചൊല്ലി തീ അണക്കാൻ പറഞ്ഞ്, ബിസ്മി ചൊല്ലി വിളക്ക് കെടുത്താൻ പറഞ്ഞ്, ബിസ്മി ചൊല്ലി പാത്രങ്ങൾ മൂടാൻ പറഞ്ഞ്, അതേപോലെ തന്നെ ബിസ്മി ചൊല്ലി ഈക്കാഉൽ സിഖ, പിന്നെ ഈ തോൽപാത്രങ്ങളൊക്കെ കെട്ടിയിടാൻ പറഞ്ഞു. ബിസ്മി ചൊല്ലി പറഞ്ഞു. ബിസ്മി ചൊല്ലിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശൈത്താന്മാർ തുറക്കൂല എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ വാതിലുകൾ അടക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഉറക്കിൻ്റെ മര്യാദകൾപ്പെട്ടതാണ്. ഉറങ്ങണതിന് മുമ്പ് ബിസ്മി ചൊല്ലി വാതിലടക്കണം. പിന്നെ തഹ്ജീർ. എന്താ ഈ തഹ്ജീർ? പെരൻ്റെ മണ്ടമേലാണ് കിടക്കണമെങ്കിൽ എന്ത് വേണം? മറിഞ്ഞു വീഴാതിരിക്കാൻ തഹ്ജീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരാൾ ബഹ്റുൽ ബൈത്തിൽ, വീട്ടിൻ്റെ പുറത്താണ് ഉറങ്ങുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അതിന് പിന്നെ ഹജർ ചെയ്യണം. ഹജർ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങി ഉരുണ്ട് നിലത്തേക്ക്. അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? പെരൻ്റെ മുകളിൽ കിടന്നുറങ്ങി, ഈ എന്ത് ചെയ്തിട്ടില്ല? സൈഡ് മറച്ചിട്ടില്ല, ഉരുണ്ട് വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ ബരീഅത്ത് മിൻഹു ദിമ്മ എന്നാണ്. എന്താ? അവനിൽ നിന്ന് ദിമ്മത്ത് പിന്നെ ബരിയായി എന്ന് പറഞ്ഞാൽ അവന് ഇസ്ലാമിലല്ല എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക ഫിത്രത്തിലല്ല അവൻ്റെ മരണം എന്ന അർത്ഥത്തിൽ. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ഇതിനെ പെരൻ്റെ മുകളിൽ കിടക്കുന്ന ആളുകൾ എന്ത് വേണം? താഴത്തേക്ക് ഉരുണ്ട് വീഴും എന്ന അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ പിന്നെ മറക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ പിന്നെ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് ഒക്കെ ഉറങ്ങണ അവസ്ഥയാണെങ്കിൽ
നബ്സുല്ലാസ്ലം തങ്ങൾ പറഞ്ഞാണ് ഇത് ഈ തഹ്ജീറിൻ്റെ വിഷയം. തഹ്ജീറിൻ്റെ വിഷയം തഹ്ജീർ എന്നായില്ലല്ലേ, തഹ്ജീർ അല്ലെങ്കിൽ ഹജർ. ഈ ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ, മുകളിലാണെങ്കിൽ, ഉരുണ്ട് വീണ അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിന് പിന്നെ സൈഡ് കെട്ടണം. അതിനാണ് തഹ്ജീർ എന്ന് പറയാം. ഓക്കെ. പിന്നെ അത് നഫ്ദുൽ ഫിറാഷ് അല്ലേ, നഫ്ദുൽ ഫിറാഷ്, ഈ വിരിപ്പ് തട്ടുക. എങ്ങനെയാണ് തട്ടേണ്ടത്? വിരിപ്പ് എങ്ങനെയാണ് തട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉറങ്ങാൻ വേണ്ടിയിട്ട് കട്ടിലേക്ക് ചെന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ തുണി പിടിച്ചിട്ട് എന്ത് ചെയ്യണം, വിരിപ്പ് പിടിക്കണം. നേരിട്ട് കൈ കൊണ്ട് പിടിക്കാനാണ് പറഞ്ഞത്. തുണി കൊണ്ട് നിങ്ങൾ വിരിപ്പ് പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് കുടയണം. ബിസ്മില്ല ചൊല്ലി കുടയണം. കാരണം നിങ്ങൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നതാണ്. നിങ്ങൾ പോകുന്നതിന് ശേഷം അവിടെ ആരാണ് ചെന്ന് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. പണ്ടില്ല നമ്മുടെ നാട്ടിൽ പിന്നെ കുട്ടികൾ മരിച്ചത് ശംഖുവരിയൻ പാമ്പ് കടിച്ചിട്ട് അല്ലേ, ചെറിയ പാമ്പ്, വലിയ പാമ്പും ചെറിയ പാമ്പൊക്കെ ഉണ്ടാവും. അത് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എത്ര ഇതാണ്. നമ്മളിത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഫ്ലാറ്റുകളിലൊന്നും പാമ്പ് അതൊന്നും ഉണ്ടാവില്ല, പക്ഷെ വേറെ ജീവികളുണ്ടാവും. എന്തായാലും ഇനി ജീവി ഉണ്ടായാലും ഇല്ലെങ്കിലും തങ്ങൾ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ വിരിപ്പ് കുടയുക എന്നുള്ളത്. അത് പിന്നെ ലഫ്ദുൽ ഫിറാഷ്, വിരിപ്പ് കുടയൽ ഉറക്കിൻ്റെ അദബുകളിൽപ്പെട്ടതാണ്. പിന്നെ വസിയ്യത്ത് ചെയ്യാനുള്ള ബാധ്യതയായിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ നമ്മൾ വസിയ്യത്ത് ചെയ്യണം എന്ന്, പിന്നെ നമുക്കൊരു ബാധ്യത ഉള്ള വിഷയങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വസിയ്യത്ത് ചെയ്തിട്ട് റസൂൽ പറഞ്ഞില്ലേ, ഉറങ്ങണതിന് മുമ്പ് വസിയ്യത്ത് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞില്ലേ. പ്രത്യേകിച്ച് നമുക്കൊരു അനുഭവം ഉണ്ടല്ലോ, നമ്മുടെ മാലിക് അല്ലാഹി അർഹം റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു അല്ലാഹു അക്രിം നസ്ലഹു വസിഅ മുദ്ഖല. നോക്കി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ മരണം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടായിരുന്നു ആ യാത്ര. അല്ലാഹു അത് ഒരു നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വസിയ്യത്തിൻ്റെ വിഷയം അത് ഉറക്കിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. പിന്നെ നീ പറയും, ഉളു പറഞ്ഞല്ലേ, ഫിത്ർ പറഞ്ഞ്, അടുത്ത ഉറക്കിൻ്റെ മര്യാദകളിൽ ഇനി നിങ്ങൾ പറഞ്ഞ പിന്നെ ഇത് കൈ, ഉറങ്ങാൻ കിടക്കുമ്പോൾ കൈ എങ്ങനെ വെക്കുക, എവിടെ വെക്കുക? വലത്തെ കവിളിൽ കൈ വെക്കണം അല്ലേ. എന്നിട്ട് പിന്നെ അൽജാനിബുൽ ഐമൻ, വലത് ഭാഗത്തേക്ക് കിടക്കണം. വലത് ഭാഗത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് വലത് ഭാഗത്തേക്കാണ് കിടക്കുക. അല്ലാതെ ചില ആളുകൾ കട്ടിൽ പോയിട്ടാണ് നീന്തലാണ്, അങ്ങനെ പറ്റില്ല. എങ്ങനെയും കിടക്കാൻ. ചിലർ മലച്ചെട്ടിയാണ്ട് പോകും, ചിലർ എരുമ ചേറ്റിപ്പടിയും പോലെ അറിഞ്ഞേ ഒരു വീഴലായിരിക്കും. അത് പാടുള്ളതല്ല. പിന്നെയോ വലത് ഭാഗത്തേക്കാണ് കിടക്കേണ്ടത്. പിന്നെ വലത് ഭാഗത്തേക്ക് കിടക്കണം. പിന്നെ നമുക്ക് ഖിറാഅത്തുണ്ട് അല്ലേ. പിന്നെ നമുക്ക് പിന്നെ ദുആ ഉണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്, ദിക്റുകളുണ്ട് അല്ലേ. ദിക്റുകളുണ്ട്. നമ്മൾ ഖിറാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ള പറഞ്ഞിട്ട്, നിങ്ങളൊരാൾ ഫിറാഷിലേക്ക് അടുത്തിട്ടില്ലെങ്കിൽ ആയത്തുൽ കുർസി ഓതണം അല്ലേ, ആയത്തുൽ കുർസി ഓതണം. പിന്നെ നബിസ്വല്ലല്ലാഹു ഓതിയ വലിയ സൂറത്തുകളുണ്ട്, അലിഫ് ലാം മീം സജ്ദ പോലുള്ളതായ, അതേപോലെ തന്നെ സുമർ പോലുള്ള മുസബ്ബിഹാത്ത് പോലുള്ള സൂറത്തുകളുടെ വിഷയമുണ്ട്. ഏതായാലും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലക്, ഖുൽ അഊദു റബ്ബിൻ നാസ് സൂറത്തുകൾ 3 പ്രാവശ്യം ഓതുക. അല്ലെങ്കിൽ അത് ഓതുന്നതിന് മുമ്പായാലും ഓതിയതിന് ശേഷമായാലും കൈകളിൽ ഊതിയിട്ട് തലയിൽ തുടങ്ങി ശരീരത്തിൽ കൈ എത്തുന്നിടത്തേക്ക് തടവുക. മനസ്സിലായി? അത് ആയത്തുൽ കുർസി ഓതുന്നതും ഈ 3 സൂറത്തുകൾ ഓതുന്നതും ആളുകൾ ശ്രദ്ധിക്കണം. പിന്നെ സൂറത്തുൽ കാഫിറൂൻ, ദുആ എന്താ, ദുആ എന്താ, ദിക്ർ എന്താ? സുബ്ഹാനല്ലാഹ് 33 തവണ ചെല്ലാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് 33 തവണ ചെല്ലാൻ പറഞ്ഞു, അല്ലാഹു അക്ബർ 34 തവണ ചെല്ലാൻ പറഞ്ഞു ഉറങ്ങണീൻ്റെ മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോടും അലിയാരോടും കൽപ്പിച്ച ഹദീസ് പ്രസിദ്ധമാണ്, ദിക്ർ ചെല്ലുക എന്നുള്ളത്. പിന്നെ ഈ ദുആ എന്താ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആ ഉദാഹരണം പറയും. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ, അല്ലാഹുമ്മ ഖിനി അദാബക് യൗമ തബ്അസു ഇബാദക്. അതിങ്ങനെ കൈ വെച്ചിട്ട് അപ്പോഴാണ് ചൊല്ലുക കിടക്കുമ്പോൾ. പിന്നെ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി
ഫർഹംഹ, ഫർഹംഹു എന്നുണ്ട്. വൈൻ അർസൽതഹ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ അല്ലേ. പിന്നെ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅ്തു ظهري ഇലൈക് റഗ്ബതൻ വറഹ്ബതൻ ഇലൈക് ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. അത് ഇതിൽപ്പെട്ടാണ്, ഇതിൽപ്പെട്ടതാണ്, ദുആയിൽപ്പെട്ടാണ്. പിന്നെ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വആവാനി വകഫാനി ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. ഒരു ദുആ പ്രസിദ്ധാണ്. ബിസ്മില്ലാഹി വദഅതു ജംബി, ബിസ്മില്ലാഹി വദഅതു ജംബി അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ദംബി വഅഖ്സി ശൈത്വാനി വഫുക്ക റിഹാനി വജഅൽനി ഫിന്നദിയിൽ അഅല. ഉറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു പ്രധാന ദുആയാണ്. അത് വളരെ അർത്ഥവത്തായ ബിസ്മില്ലാഹി വദഅതു ജംബി, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ പാർശ്വം വെച്ചിരിക്കുന്നു. എന്നിട്ട് പറയണോ അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ദംബി, അള്ളാഹു എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പൊറുക്കണമേ. വഅഖ്സി ശൈത്താനി, എൻ്റെ ശൈത്താനെ നീ പരാജയപ്പെടുത്തണമേ. വഫുക്ക റിഹാനി, ബാധ്യതകളിൽ നിന്ന് നീ എന്നെ ബാധ്യതാ മുക്തനാക്കണമേ. വജഅൽനി ഫിന്നദിയിൽ ആല, അന്നദിയുൽ ആലയിൽ നീ എന്നെ ചേർക്കണമേ. അന്നദിയുൽ ആല എന്ന് പറഞ്ഞാൽ അൽ മലഉൽ ആല, അത്യുന്നതങ്ങളിൽ മലക്കുകളുടെ വിശുദ്ധ ആത്മാക്കളുടെ സ്ഥാനം, അവിടെ നീ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിരുന്നത് എന്നാണ്. അത് പ്രധാനമാണ്. അതേപോലെ വേറെയുണ്ട്. ഇപ്പോൾ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞില്ലേ, എന്താ നിങ്ങൾ രാവിലെയും പറയണം വൈകുന്നേരം പറയണം ഉറങ്ങാൻ കിടക്കുമ്പോഴും പറയണം എന്നിട്ട് എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഫാത്തിറ അസ്സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ റബ്ബ കുല്ലി ശൈഇൻ വമലീകഹു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ശൈത്താനി വശിർകി വഅൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജുറഹു ഇലാ മുസ്ലിമീൻ. മനസ്സിലായില്ലേ? അത് ആ ദുആ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി കൽപ്പിച്ച ദുആയാണ്. ഇങ്ങനെ കുറേ ദുആകളുണ്ട്, കുറേ ദുആവുകൾ. ചിലതൊക്കെ ഉറങ്ങാൻ അങ്ങോട്ട് എല്ലുമ്പോഴാണ് കിട്ടുക. ഏതായാലും അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത് ഉണ്ടല്ലോ എല്ലാം കാണാതെ പഠിച്ചിട്ട് നമുക്ക് നിർവഹിക്കുക എന്നുള്ളത് കഴിഞ്ഞോളുന്നില്ല. പക്ഷെ എന്നാലും ഇതിൽ നോക്കി നിങ്ങൾ ചിലതൊക്കെ എന്താണ് വളരെ എളുപ്പത്തിലല്ലേ, വളരെ എളുപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പഠിക്കുക. നീ പഠിക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ മൊബൈലൊക്കെ കിട്ടും കഴിഞ്ഞിടത്തോളം. കാരണം എപ്പോഴാണ് നമ്മുടെ മടക്കം എന്ന് നമുക്കറിയില്ല. അപ്പോൾ മടങ്ങുമ്പോൾ നമ്മളുടെ എല്ലാം തയ്യാറെടുപ്പ്, ഇങ്ങനെയുള്ള തയ്യാറെടുപ്പിൽ നമ്മളാണ് പോവുക എന്നുള്ളതാണ്. അതിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കണം, കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ആദാബുന്നോ. നമ്മളിപ്പോൾ പിന്നെ ഇതിൽ ഈ അമിൻ ആയാത്തിഹി മനാമുക്കും ബില്ലൈൽ, രാത്രിയിൽ ഉറക്കം അള്ളാഹിൻ്റെ ആയത്തുകളിൽ പെട്ടതാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ കുറേ ശാസ്ത്ര വശങ്ങളും സത്യങ്ങളും ഉറക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെയാണ് നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊക്കെ നമ്മൾ പഠിക്കൽ പ്രധാനമായത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് അതിൻ്റെ ബാക്കി പറയാം. അസ്സലാമു അലൈക്കും.